സോ നെക്സ്റ്റ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ മൈക്രോസ്പോർ ടെട്രാഡുകൾ ഡിസോസിയേറ്റ് ചെയ്തിട്ടാണ് പോളൻ ഗ്രെയിൻ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് പോളൻ ഗ്രെയിൻ. നമ്മൾ പഠിച്ചു. ആ പോളൻ ഗ്രെയിൻ്റെ ഷേപ്പ് വന്നിട്ട് സ്പെറിക്കൽ ഷേപ്പായിരിക്കും. പോളൻ ഗ്രെയിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ ആയിരിക്കും. മെയിൽ ഗാമറ്റോഫൈറ്റ് അഥവാ പോളൻ ഗ്രെയിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ ഷേപ്പായിരിക്കും. ഔട്ട്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്പെറിക്കൽ ഷേപ്പായിരിക്കും. അതിൻ്റെ സൈസ് 25 to 50 മൈക്രോമീറ്റർ ആണ് അതിൻ്റെ ഡയാമീറ്റർ. 25 to 50 മൈക്രോമീറ്റർ ആണ് അതിൻ്റെ സൈസ്, ഡയാമീറ്റർ. ഇതാണ് മെയിൽ ഗാമറ്റോഫൈറ്റ് അഥവാ പോളൻ ഗ്രെയിൻ്റെ മെയിൻ സ്ട്രക്ചർ. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിന് 2 ലെയറുകളുണ്ട്, 2 ലെയേഴ്സുകൾ കാണും. ആദ്യത്തെ ലെയറിനെ നമ്മൾ ഔട്ടർ ലെയറിനെ നമ്മൾ പറയുന്ന പേരാണ് എക്സൈൻ. പോളൻ ഗ്രെയിൻ കൺസിസ്റ്റ് ഓഫ് 2 layers. ഔട്ടർ ലെയർ ഈസ് കോൾഡ് എക്സൈൻ. പുറത്തെ ലെയറാണ്, ഏറ്റവും പുറത്തത്തെ ലെയറാണ് എക്സൈൻ. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ലെയറാണ് ഇൻറ്റൈൻ. പോളൻ ഗ്രെയിൻ്റെ 2 ലെയറുകളാണ് എക്സൈൻ ആൻഡ് ഇൻറ്റൈൻ. എക്സൈൻ ആണ് പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറഞ്ഞു. സോ എക്സൈൻ എന്ന് പറഞ്ഞാൽ ആ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സൈൻ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സൈൻ മെയ്ഡ് അപ്പ് ഓഫ് എൻ ഓർഗാനിക് മെറ്റീരിയൽ കോൾഡ് സ്പോറോപോളനിൻ. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഔട്ടർ ലെയറായ എക്സൈനിലുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് മെറ്റീരിയലാണ്. അതിൻ്റെ പേരാണ് സ്പോറോപോളനിൻ. ഈ സ്പോറോപോളനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ ഓർഗാനിക് എത്ര ഹൈ ടെമ്പറേച്ചർ വന്നാലും, എത്ര ആസിഡ് ട്രീറ്റ് ചെയ്താലും, എത്ര ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്താലും ഈ സ്പോറോപോളനിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റില്ല. അതായത് ഹൈലി റെസിസ്റ്റൻറ്റ് ടു ഹൈ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, സ്ട്രോങ് ആസിഡ് ആയിക്കോട്ടെ, സ്ട്രോങ് ആൽക്കലി ആയിക്കോട്ടെ, അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ എക്സൈനിലുള്ള സ്പോറോപോളനിനുണ്ട്. ഇനി ഒരു എൻസൈം, ഇന്നേ വരെ ഒരു എൻസൈമും ഈ സ്പോറോപോളനിനെ ഡിസ്ട്രോയ് ചെയ്യാനോ ഡിസോൾവ് ചെയ്യാനോ ഉള്ളതായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് സ്പോറോപോളനിൻ്റെ പ്രത്യേകത. സോ സ്പോറോപോളനിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയലാണ്. അതെവിടെയാണ് കാണുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയറിലാണ് ഈ എക്സൈൻ കാണപ്പെടുന്നത്. ഈ സ്പോറോപോളനിൻ്റെ പ്രത്യേകത ഹൈലി റെസിസ്റ്റൻ്റ് ആണ്. ഇതിനൊക്കെ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുത്താലും, മാക്സിമം എത്ര ആസിഡോ ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്താലും നമുക്കിതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിനെ ഡിസോൾവ് ചെയ്യാനുള്ള ഒരു എൻസൈം ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് സ്പോറോപോളനിൻ്റെ പ്രത്യേകത. ഇത്രയും എബിലിറ്റി സ്പോറോപോളൻ ഉള്ളതുകൊണ്ട് നമുക്കിതിനെ ഒരു ഫോസിൽ ഫ്യൂവലായിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഈ സ്പോറോപോളൻ അല്ലെങ്കിൽ പോളൻ ഗ്രെയിന് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത ലെയറാണ് പോളൻ ഗ്രെയിൻ്റെ ഇന്നർ ലെയറാണ് ഇൻറ്റൈൻ. ഇൻറ്റൈൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ ലെയറിൻ്റെ പ്രത്യേകത, ഇത് മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, സെല്ലുലോസും പെക്റ്റിനും അടങ്ങിയതാണ് ഇൻറ്റൈൻ എന്ന് പറഞ്ഞ ലെയർ. അപ്പോൾ എക്സൈൻ മെയ്ഡപ്പ് ഓഫ് സ്പോറോപോളനാന്ന് പറഞ്ഞു. ഈ സ്പോറോപോളൻ എന്ന് പറഞ്ഞ ലെയർ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ സ്പോറോപോളൻ എന്ന് പറഞ്ഞ സംഭവം എക്സൈനിൽ കണ്ടിന്യൂസ് ലെയറായിട്ട് കാണപ്പെടില്ല. എക്സൈനിൽ സ്പോറോപോളൻ ഇല്ലാത്ത ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. എക്സൈൻ എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ ലെയറിൽ സ്പോറോപോളൻ ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ എക്സൈൻ്റെ സ്പോറോപോളനിൻ ആബ്സെൻ്റ് ആണ്, ഇല്ലാത്ത ഭാഗങ്ങളുണ്ട്. അങ്ങനെ സ്പോറോപോളൻ ഇല്ലാത്ത പോർഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേം പോർ. സോ സ്പോറോപോളൻ ഇല്ലാത്ത ഭാഗങ്ങളാണ് അപ്പർച്ചർ അല്ലെങ്കിൽ ഹോളുകൾ അല്ലെങ്കിൽ ജേം പോർ എന്ന് പറയും. അതാണ് സ്പോറോപോളൻ ഇല്ലാത്തത്. അപ്പോൾ എക്സൈൻ എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ലെയർ അല്ല. എക്സൈനിലുള്ള ആ സ്പോറോപോളൻ ഇല്ലാത്ത ഭാഗങ്ങളാണ് ജേം പോർ എന്ന് പറയുന്നത്. അതേസമയം ഇൻറ്റൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തിൻ ലെയറാണ്. അത്ര കട്ടിയൊന്നുമില്ല ഇൻറ്റൈൻ. എക്സൈൻ അതേസമയം വളരെ ഹാർഡായിട്ടുള്ള ലെയറാണ്. ഹാർഡ് ആവാൻ തന്നെ കാരണം അതിലുള്ള സ്പോറോപോളൻ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് മെറ്റീരിയലാണ്. ബട്ട് ഇൻറ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള ഒരു ലെയറാണ്. അത് സെല്ലുലോസും പെക്റ്റിനുമാണ് അതിൽ കമ്പോസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഇനി നമ്മൾ പോളൻ ഗ്രെയിൻ്റെ സൈറ്റോപ്ലാസം, എല്ലാ സെല്ലിനെ പോലെ പോളൻ ഗ്രെയിനും സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു പ്ലാസ്മ മെമ്പറൈനും ഉണ്ടായിരിക്കും. ഇതാണ് പോളൻ ഗ്രെയിൻ്റെ മെയിൻ സ്ട്രക്ചർ. പോളൻ ഗ്രെയിന് എക്സൈൻ എന്ന് പറഞ്ഞ ഒരു ഔട്ടർ ലെയർ ഉണ്ട്. ആ ഔട്ടർ ലെയറിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പോറോപോളനിനാണ്. സ്പോറോപോളനിൻ്റെ പ്രത്യേകത ആസിഡ്, ആൽക്കലി, ഹൈ ടെമ്പറേച്ചർ ഇതിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ
എൻസൈമുകൾ, ഏത് എൻസൈം വെച്ചാലും ഇതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാൻ പറ്റില്ല. പിന്നെ അത് കണ്ടിന്യൂസ് അല്ല, എക്സൈനിലുള്ള സ്പോറോപോളിൻ കണ്ടിന്യൂസ് അല്ല. ചില ഭാഗങ്ങളിലൊക്കെ സ്പോറോപോളിൻ ഇല്ലാത്ത ഭാഗങ്ങളെ നമ്മൾ ജേം പോർ എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ അപ്പേർച്ചർ ഹോളുകളായിട്ട് നമുക്ക് കാണും. ഉള്ളിലുള്ള ലെയറാണ് ഇൻറ്റൈൻ, അത് തിന്നാണ്, അത് കണ്ടിന്യൂസ് ആണ്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ എന്ന് വെച്ചിട്ടാണ്. ഇത്രയാണ് സ്പോറോപോളിൻ്റെ പ്രത്യേകത.